Hallelujah. Praise Lord, praise Lord, praise Lord, praise Lord, praise Lord, praise Lord. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ, സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. യോഗ്യൻ നീ യേശുവേ, സർവസ്തുതികൾക്കും യോഗ്യൻ നീ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനീണത്താൽ വീണ്ടെടുത്തു. ഉയിർ തന്നു ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനെ. ഉയിർ തന്നു ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനെ. യോഗ്യൻ നീ യേശുവേ, സർവസ്തുതികൾക്കും യോഗ്യൻ നീ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. സൗഖ്യദായകൻ എന്നേശു, ആടിപ്പിണരാൽ സൗഖ്യം നൽകി. ആശ്രയം നീ എന്റെ നാഥ, എത്ര മാധുര്യം ജീവിതത്തിൽ. ആശ്രയം നീ എന്റെ നാഥ, എത്ര മാധുര്യം ജീവിതത്തിൽ. ആയിരിക്കുന്ന സ്ഥാനത്ത് കരങ്ങൾ ഉയർത്തി യോഗ്യൻ നീ യേശുവേ, സർവസ്തുതികൾക്കും യോഗ്യൻ നീ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു സന്ധ്യാസമയം ആമേൻ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സർവശക്തനായ ദൈവം തന്ന നല്ല അവസരത്തിനും സാവകാശത്തിനുമായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇന്നെന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച കർത്താവിൽ വളരെയധികം ആമേൻ ഉപയോഗിക്കപ്പെടുന്ന ആമേൻ വളരെ ആത്മദാഹമുള്ള ആമേൻ കർത്താവിന്റെ ആമേൻ അഭിഷക്ത ആമേൻ സിസ്റ്റർ റോസ്ലി ആന്റിക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ആമേൻ ഇങ്ങനെ ഒരു പേജ് തുടങ്ങാനും അനേകരുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായി മാറുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ആമേൻ. ഹല്ലേലൂയ. ഈ ഫേസ്ബുക്ക് പേജിൽ വരുന്ന നിങ്ങളോടെല്ലാവരുമായി ആമേൻ ഞങ്ങൾ സ്നേഹത്തോടെ ഒരു കാര്യം പറയുന്നു. ആമേൻ. ആരെങ്കിലും ഇതുവരെ ആമേൻ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഫോളോ ചെയ്യുക. ആമേൻ. അതോടൊപ്പം തന്നെ ആമേൻ ലൈക്ക് ബട്ടണും നിങ്ങൾ ചെയ്യുക. ആമേൻ. ലോകം മുഴുവൻ യേശുവിന്റെ സ്നേഹം എത്തിച്ചേരുന്നതിന് ഈ ഒരു പേജ് ഒരു മുഖാന്തരമായി മാറട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ആമേൻ. ഇന്ന് ആമേൻ സന്ധ്യാസമയത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ആമേൻ യെശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിക്കുന്നത് ശ്രദ്ധിക്കാം. ആമേൻ. യെശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായം 7-ാം വാക്യം. അതിനകത്ത് ഇപ്രകാരം പറയുന്നു. അതിന്റെ 6-ാം വാക്യം മുതൽ വായിച്ചാൽ, ഞാൻ വടക്കിനോട് തരികയെന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും.
ദൂരത്ത് നിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്ത് നിന്ന് എൻ്റെ പുത്രിമാരെയും എൻ്റെ നാമത്തിൽ വിളിച്ചും ആമേൻ എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചും നിർമ്മിച്ചും ഉണ്ടാക്കിയ ആമേൻ ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. ആമേൻ, നമുക്കറിയാം വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ആമേൻ യെശയ്യാവിന്റെ ഈ 43-ാം അധ്യായത്തിലൂടെ ആമേൻ നമ്മൾ കേൾക്കുന്നത്. ആമേൻ ഹല്ലേലൂയ. നമുക്കറിയാം യേശു ആമേൻ സ്വർഗസ്ഥനായ പിതാവ് ആമേൻ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ആമേൻ ഹല്ലേലൂയ തൻ്റെ നാമ മഹത്വത്തിനാണ്. ആമേൻ ഇന്ന് രാത്രിയിൽ എന്നെയും നിങ്ങളെയും ആമേൻ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ആമേൻ ദൈവത്തിന്റെ മഹത്വത്തിനു വേണ്ടിയാണ്. ആമേൻ ഹല്ലേലൂയ. ഈ ലോകത്ത് ആമേൻ ജനിച്ച് ആമേൻ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ച് ആമേൻ എങ്ങനെയെങ്കിലും മരിച്ച് അടക്കപ്പെട്ട് പോകാനല്ല. ആമേൻ യേശു പറഞ്ഞ വചനത്തിനനുസരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം വിളിച്ചതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവനാമ മഹത്വത്തിനായി നമ്മൾ തീരണമെന്നുള്ളത് കൊണ്ടാണ്. ആമേൻ, എത്ര പേർക്ക് അത് മനസ്സിലാകുന്നു എന്ന് എനിക്ക് അറിയത്തില്ല. ആമേൻ, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ആമേൻ ദൈവ മഹത്വത്തിനു വേണ്ടിയാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം യെശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായം 1-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട. ആമേൻ, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ആമേൻ, അതിനകത്ത് പറയുന്നൊരു കാര്യം, ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ആമേൻ ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആമേൻ, ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. ആമേൻ, ദൈവമാണ് നമ്മളെ നിർമ്മിച്ചത്. ആമേൻ, ദൈവം നമ്മളെ നിർമ്മിച്ചത് ആമേൻ ഈ ലോകത്തിൽ എങ്ങനെയെങ്കിലും ആമേൻ ജീവിച്ച് ആമേൻ നമ്മുടെ ദൈവം നമുക്ക് തന്ന ആയുസ്സിനെ ആമേൻ പൂർത്തീകരിച്ച് കടന്നു പോകാനല്ല, മറിച്ച് ആമേൻ ദൈവനാമ മഹത്വത്തിന് പ്രയോജനപ്പെടുന്ന ആമേൻ പാത്രങ്ങളായി തീരണമെന്നുള്ളത് കൊണ്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നു? ആമേൻ ഹല്ലേലൂയ. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നു? ആമേൻ ഹല്ലേലൂയ. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നു? ആമേൻ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. യേശു നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അവന്റെ മഹത്വത്തിനു വേണ്ടിയാണ്. യേശു നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ്. ആമേൻ, നമ്മൾ ചിലപ്പോ ജനിച്ചത് ആമേൻ പല സ്റ്റേറ്റുകളിലായിരിക്കാം, ആമേൻ പല രാജ്യങ്ങളിലായിരിക്കാം, ആമേൻ നല്ല ആമേൻ സാമ്പത്തിക ശേഷിയുള്ള ആമേൻ കുടുംബത്തിന്റെ ഭാഗമായി ആയിരിക്കാം, അല്ലെങ്കിൽ വളരെ ദാരിദ്ര്യം പിടിച്ച ഒരു കുടുംബത്തിന്റെ ഭാഗമായിരിക്കാം ജനിച്ചിരിക്കുന്നത്. നമ്മുടെ ആമേൻ ജനനം മുതൽ തുടർന്നുള്ള ആമേൻ ജീവിതങ്ങൾ മുഴുവൻ ആമേൻ നല്ലൊരു ആമേൻ നല്ല രീതിയിലായിരിക്കത്തില്ല ചിലപ്പോൾ നമ്മൾ വളർന്നു വന്നത്. എങ്കിലും ഏത് സാഹചര്യത്തിൽ നമ്മൾ ജനിച്ചവരാണെങ്കിലും ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ആമേൻ ദൈവത്തിന്റെ നാമമഹത്വത്തിനായി തീരാനാണ്. പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തിനാ ഇങ്ങനെ കുറെ പേജുകൾ ആമേൻ തുടങ്ങി, ആമേൻ ലൈവുകൾ, ആമേൻ റോസ്ലി സിസ്റ്ററൊക്കെ ഇത്രയും ഓരോരുത്തരെ തെരഞ്ഞു പിടിച്ച് അവരോട് ലൈവ് ചെയ്യാൻ പറയുന്നു, ആമേൻ ലൈവിന് വേണ്ടി അറേഞ്ച്മെന്റ് ചെയ്യുന്നു, പോസ്റ്ററുകൾ അടിക്കുന്നു, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? ആമേൻ ഹല്ലേലൂയ. തന്റെ ദാസിക്ക് ആമേൻ അങ്ങനെ വേണം ചെയ്യാതിരിക്കാം. ഒറ്റ കാര്യമേ ഉള്ളൂ, ആമേൻ ഏത് മേഖലയോട് ആണെങ്കിലും ആമേൻ ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന ആമേൻ അനുഭവത്തിലൂടെ പോകാൻ വേണ്ടിയാണ് ആമേൻ ഇങ്ങനെ പേജുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ദൈവം സഹായിച്ച് ആമേൻ എനിക്കൊരു പേജുണ്ട്, സൂപ്പർ നാച്ചുറൽ ജനറേഷൻ എന്ന് പറഞ്ഞ പേജ്. ആമേൻ പല ആളുകളെയും നമ്മൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് സമയമുണ്ടെന്ന് വരത്തില്ല. ആമേൻ ഹല്ലേലൂയ. പല ആളുകളും ആമേൻ ലൈവിന് ശേഷം ആമേൻ കമന്റുകൾ, ആമേൻ തെറ്റായ രീതിയിലുള്ള കമന്റുകൾ ഇടാം. ഇതൊക്കെ കേൾക്കുമ്പോഴും ആമേൻ എന്തിനാ വീണ്ടും ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തിന്റെ നാമം മഹത്വമായി ആമേൻ പേജുകളിലൂടെ ആണെങ്കിലും ആമേൻ അല്ലാതെ ആണെങ്കിലും ഉയരപ്പെടണമെന്നുള്ള ഒറ്റ ആഗ്രഹത്തോടെയാണ്. അതുകൊണ്ട് ആമേൻ ഈ ലൈവിൽ കടന്നു വരുന്ന ആളുകളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇതുവരെ പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവരാണ്, നിങ്ങൾ ചെയ്യണം. ആമേൻ. കാരണം ആമേൻ ദൈവത്തിന്റെ സ്നേഹം ലോകം മുഴുവൻ എത്തിച്ചേരണം. താങ്ക് യു ജീസസ്. ആമേൻ. 2, ആമേൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ നാമമഹത്വത്തിന് വേണ്ടിയാണ്.
എങ്ങനെയെങ്കിലും ജീവിച്ച് നല്ല രീതിയിൽ ജീവിച്ച് അവസാനിപ്പിച്ച് പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നല്ല ഒരു രീതിയിൽ ദൈവ നാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടാനും. അതുകൊണ്ടാണ് യെശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം പറയുന്നു, ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന എന്റെ ജനം എന്റെ സ്തുതിയെ വിവരിക്കും. ദൈവം നമ്മളെ നിർമ്മിച്ചിരിക്കുന്ന എങ്ങനാ? ദൈവത്തെ സ്തുതിക്കാനാ. പലപ്പോഴും യേശുവിനെ അറിഞ്ഞിട്ടും യേശുവിനെ സ്തുതിക്കാൻ കഴിയാത്ത അനുഭവത്തിലാണ് ഇന്ന് രാത്രിയിൽ നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ കർത്താവ് പറയുന്നു, നിന്നെ വിളിച്ചിരിക്കുന്നത് ദൈവത്തെ സ്തുതിക്കാൻ, ദൈവ നാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടാനാ. താങ്ക് യു ജീസസ്. നമ്മളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന ഒരു വ്യക്തി അവരോട് യേശുവിനെ പറയാ, മാധ്യമങ്ങളോട് യേശുവിനെ പറയാ, നമ്മളായിരിക്കുന്ന സഭകളിൽ യേശുവിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്താൻ യേശു നമ്മളെ വിളിച്ചിരിക്കുന്നു. ആമേൻ. അതിനായിട്ടാ യേശു നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. യേശു നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം പറയുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം വായിക്കുമ്പോ ഇപ്രകാരം പറയുന്നു, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തിക്കായി ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. ദൈവത്തിന്റെ വചനത്തെ പ്രഘോഷിക്കുന്നത്, ദൈവനാമ മഹത്വത്തിനായി നമ്മൾ തീരുന്നത്, ദൈവത്തിന്റെ നാമം പ്രതി നമ്മൾ പ്രയോജനപ്പെടുന്നത് എന്താണ്? അതൊരു സൽപ്രവൃത്തിയാണ്. ആ സൽപ്രവൃത്തിക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. മനസ്സിലാക്കുക. പല ആളുകൾ നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരായിട്ടുള്ളവരുണ്ട്. നല്ല വിദ്യാഭ്യാസമുള്ളവരുണ്ട്, നല്ല കുടുംബ പാരമ്പര്യം പറയാനുള്ളവരുണ്ട്. പക്ഷെ അവർക്കാർക്കും ലഭിക്കാത്ത ഒരു കൃപ ദൈവം നമുക്ക് പകർന്നത് ദൈവിക മഹത്വത്തിനായി നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ദൈവനാമ മഹത്വത്തിനായി നിൽക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ജീവിതത്തിൽ പല പരാജയങ്ങൾ പല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. എങ്കിലും ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ നിന്നെ മാനിക്കാതെ പോകാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയില്ല. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം എടുത്ത് പഠിക്കാൻ നേരത്ത് പറയുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ നിനക്ക് വേണ്ടി ഉള്ളത് മുഴുവൻ എന്റെ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. മുന്നിലെ സാഹചര്യങ്ങൾ നോക്കുമ്പോ നമ്മൾ കേട്ട വാഗ്ദത്തത്തിന് വിപരീതമാണ് കാണുന്നതെങ്കിലും ഹല്ലേലൂയ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവ മഹത്വത്തിനായി പ്രയോജനപ്പെടുമ്പോ വചനത്തിലുള്ള മുഴുവൻ അനുഗ്രഹങ്ങളും നമുക്ക് ദൈവം തരും. ഹല്ലേലൂയ. മനസ്സിലാക്കുക, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് തന്നെ അതിനാണ്. അതുകൊണ്ടാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം പറയുന്നു, കരുണ അതിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. ദൈവം നമ്മളെ ഉയർപ്പിച്ചത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടാന്. അതുകൊണ്ടാണ് പത്രോസിന്റെ 1 പത്രോസ് 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും അത്രേ. അങ്ങനെയാക്കി യേശു നമ്മളെ തീർത്തു. നമ്മുടെ കഴിവ് നോക്കിയാൽ നമ്മൾ ഒരിക്കലും ഈ അവസ്ഥയിൽ വരേണ്ടവരല്ല. നമ്മുടെ വിദ്യാഭ്യാസം നോക്കിയാൽ നമ്മൾ ഒരിക്കലും ഈ ദൈവ മഹത്വത്തിന് വേണ്ടി എണീറ്റ് നിൽക്കാൻ ഒരു യോഗ്യതയും ഉള്ളവരല്ല. എന്നാൽ അന്ധകാരത്തിലായിരുന്ന പ്രകാശത്തിലേക്ക് യേശു വിളിച്ചിരിക്കുന്നത് യേശുവിന്റെ നാമമഹത്വത്തിനായി തീരാനാ. ഹല്ലേലൂയ. പലപ്പോഴും ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകളെ നോക്കി ലോകം പരിഹസിക്കാറുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം ഇപ്രകാരം പറയുന്നു, അവൻ പ്രിയനായവരിൽ നമുക്ക്, അതിന്റെ 5 മുതൽ വായിക്കാം, തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവരിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി. കണ്ടോ, ദൈവത്തിന്റെ കൃപയുടെ മഹത്വത്തിനായി പുകഴ്ചയ്ക്കുമായി സ്നേഹത്തിൽ നമ്മെ മുന്നമേ നിയമിച്ചിരിക്കുന്നു. നമ്മൾ അതിനായി ആഗ്രഹമുള്ളവരല്ല. ദൈവം നമ്മളെ മുന്നമേ കണ്ടിരുന്നത് കൊണ്ട് അവന്റെ മഹത്വത്തിനായി നമ്മളെ ദൈവം കണ്ടിരിക്കുക.
അമേൻ, ഹല്ലേലൂയ. അമേൻ. എഫെസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. അവന് തെരഞ്ഞെടുത്തത് മാത്രമല്ല, തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി, ദൈവത്തിന്റെ കൃപയുടെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി ദൈവം നമ്മളെ കണ്ടിരിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രിയിൽ റോസ്ലിൻ സിസ്റ്ററിനോട് പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറയുന്നു, നീ ഓടുന്നത് വൃഥാവല്ല. ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്നത് വൃഥാവല്ല. നിന്നെ ദൈവം ആദരിക്കാൻ പോവുക. ഇതുവരെ കാണാത്ത അവസ്ഥയിൽ ദൈവം നിങ്ങളെ നടത്താൻ പോവുക. Thank you, Jesus. Thank you, Holy Spirit. Thank you, Jesus. ആമേൻ. ദൈവം ആദരിക്കാൻ പോവുക. ആമേൻ. അനേകർ സിസ്റ്ററിനോട് കൂടെ ചേരാൻ പോവുക. ദൈവനാമ മഹത്വം പ്രതി നിൽക്കുന്നത് കൊണ്ട് അനേകർ യേശുവിലേക്ക് അറിയാൻ പോവുക, യേശുവിനെ അറിയാൻ പോവുക. തന്റെ ദാസിയുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന അനേകർ വിടുവിക്കപ്പെടാൻ പോകുന്നു. അവരുടെ ജീവിതവും യേശു ക്രിസ്തു മുഖാന്തരം ബ്ലെസ്സിംഗ് ആകാൻ പോകുന്നു. Thank you, Holy Spirit. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ ദൂത് പറയുക. ഓടുന്നത് വൃഥാവല്ല. അനേകരുടെ ജീവിതത്തിൽ ദൈവനാമ മഹത്വത്തിനാക്കി തീർക്കാനുള്ള വലിയൊരു നിയോഗം തന്നെ ദാസിയുടെ മേളിൽ പരിശുദ്ധാത്മാവ് കൈമാറിയിട്ടുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. അനേക രോഗികളെ സൗഖ്യമാക്കാനുള്ള, അനേകരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാനുള്ള അസാധാരണമായ ഒരു ദൈവിക കൃപയെ തന്റെ ദാസിയുടെ മേളിൽ പരിശുദ്ധാത്മാവ് കൈമാറിയെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് സന്ധ്യാസമയത്ത് ദൂതറിയിക്കുക. റംധോ റബൽ ഖാ റമാനിയാന്തന അംദൽ ഖാ റബാരമഷി തീരബലഗരഗമന തൂരാ ബാല റബാഷെ തേരിയാന്തനാദനാദന അംദോ റബലബറമഷിയാന്തനാദനാദനാദന. ഓ ഹല്ലേലൂയ. നമ്മൾ ഓടുന്നത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാ. പലപ്പോഴും പലരും ഓടുന്നത് ദൈവദാസന്മാരുടെ പുറകെയാ. ദൈവദാസന്മാരുടെ പുറകെ പോകുന്നത് മാറ്റിയിട്ട് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഓടാൻ തുടങ്ങ്. നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ പോവുക. Thank you, Holy Spirit. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Holy Spirit. Hallelujah. വചനം ഇപ്രകാരം പറയുന്നു. യെശയ്യാവിന്റെ പുസ്തകം 48-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം ഇപ്രകാരം പറയുന്നു. യെശയ്യാവിന്റെ പുസ്തകം 48-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം ഇപ്രകാരം പറയുന്നു. ആമേൻ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ മഹത്വം ഓരോരുത്തരും കൊടുക്കുകയില്ല. ആമേൻ. യാക്കോബെ ഞാൻ വിളിച്ചിരിക്കുന്നു, ഇസ്രായേലെ എൻ്റെ വാക്ക് കേൾക്ക. വചനം പറയുന്നത് എൻ്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ദൈവത്തിന്റെ ഇന്ന് രാത്രിയിൽ പ്രസംഗിക്കാൻ ദൈവം ഒരു അവസരം തന്നത് ദൈവത്തിന്റെ മഹത്വമാണ്. ഈ പേജ് ക്രിയേറ്റ് ചെയ്യാൻ തന്റെ ദാസിയെ ദൈവാത്മാവ് ഒരുക്കിയെങ്കിൽ അത് ദൈവത്തിന്റെ മഹത്വമാണ്. എന്തെല്ലാം ജീവിതത്തിൽ നന്മകൾ വന്നിട്ടുണ്ടോ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ദൈവത്തിനുള്ളതാ. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. പലപ്പോഴും പലരും പറയാറുണ്ട്, ആമേൻ, ആ ദൈവദാസന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു, വിടുതൽ കിട്ടി. ആമേൻ, ദൈവദാസൻ പ്രാർത്ഥിച്ചു, ശരിയാ, പക്ഷെ പ്രവർത്തിച്ചത് ദൈവമാ. ആമേൻ, നിന്നെ സൗഖ്യമാക്കുന്നത് ദൈവമാ. ആമേൻ, നിന്റെ അവസ്ഥകളെ മാറ്റുന്നത് ദൈവമാ. നാളുകളായുള്ള നിന്റെ കടബാധ്യതകളെ തീർത്താൻ കഴിവുള്ളവൻ ദൈവമാ. ഇന്ന് സന്ധ്യാസമയത്ത് ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ കടബാധ്യതകൾ തീരാൻ പോവുകയാണ്. നാളുകളായി നീ ശ്രമിച്ചിട്ട് നിന്റെ കടബാധ്യതകൾ തീരുന്നില്ല, ഇല്ലേ? ദൈവ മഹത്വത്തിനായി നീ നിൽക്കുന്നത് കൊണ്ട് നിന്റെ അവസ്ഥകൾ പരിശുദ്ധാത്മാവ് മാറ്റാൻ പോകുന്നു. പലപ്പോഴും പലരും ദൈവ മഹത്വത്തെ ഏറ്റെടുത്ത് സ്വന്തം മഹത്വമായി തീരുമ്പോഴാണ് അനുഗ്രഹങ്ങൾ ഉണ്ടാകാത്തത്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ.
തിരിച്ചറിയുക. നിങ്ങൾ ഓടുന്നത് ദൈവനാമ മഹത്വത്തിനാകട്ടെ. നിങ്ങൾ ഒരാളോട് സംസാരിക്കുന്ന ദൈവനാമ മഹത്വത്തിനാകട്ടെ. ഒരു ഫേസ്ബുക്ക് ലൈവ് ചെയ്യുന്നത് ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ. അവൻ അങ്ങനെ നീ ചെയ്യുമെങ്കിൽ അവൻ നിന്റെ തലമുറ നശിച്ചു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. അവൻ നിന്റെ കലത്തിലെ മാവ് ലേശം അവൻ കുറഞ്ഞു പോകാൻ ദൈവം സമ്മതിക്കത്തില്ലെന്ന്. അവൻ നിന്റെ അവസ്ഥകളെ മാറ്റാൻ ദൈവം വിശ്വസ്തനാണെന്ന്. ഇന്ന് രാത്രിയിൽ ഇന്ന് സന്ധ്യാസമയത്ത് ഇങ്ങനെ ഒരു ലൈവിന് വരാൻ പറ്റുമോന്ന് പോലും അറിയാത്ത സാഹചര്യത്തില ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നേ. പ്രിയ കർത്തൃദാസിയോട് ഞാൻ പറഞ്ഞു, ഭയങ്കര ശാരീരികമായുള്ള ബുദ്ധിമുട്ടാ, തലവേദന, ഭയങ്കരമായ പനി, രാവിലെ മുതൽ എണീക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട്, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഒരവസരം എനിക്ക് കിട്ടിയെങ്കിൽ എത്ര വയ്യാഴികയാണെങ്കിലും എണീറ്റ് നിൽക്കണം. പ്രവർത്തിക്കുന്നത് ദൈവമാ. ഓ ഹാലലൂയ. ഇന്ന് ചിലപ്പോൾ ഞാൻ എണീറ്റ് നിൽക്കുന്നത് ഒരാളുടെ ജീവിതത്തിൽ ഒരു വിടുതലായെങ്കിൽ ഹാലലൂയ, ദൈവം എന്നെ അതിനായി ഉപയോഗിക്കുന്നെങ്കിൽ എനിക്ക് തൃപ്തിയായി. ഓ ഹാലലൂയ, താങ്ക് യു ജീസസ്. പലപ്പോഴും പലരും ആയി തീരുന്നത് റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 21 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവത്തെ അറിഞ്ഞവരാ എന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാത്ത ഇരിക്കുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നു. ദൈവമാണെന്ന് അറിഞ്ഞു, ദൈവത്തെ അറിഞ്ഞവരാ. ദൈവനാമത്തെ ദൈവത്തെ ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാത്ത അവസ്ഥകൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, നീ ദൈവത്തെ അറിഞ്ഞിട്ടും അതിൻ പ്രകാരം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒരു മടങ്ങിവരവ് ദൈവം അതിന് നിന്നെ ആഹ്വാനം ചെയ്യുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തെ അറിഞ്ഞു, ശരിയാ. രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു, ശരിയാ. സ്നാനപ്പെടാൻ ദൈവം കൃപ കൊടുത്തു, ശരിയാ. ഹല്ലേലൂയ. അഭിഷേകം പ്രാപിക്കാൻ ദൈവം കൃപ തന്നു, ശരിയാ. പക്ഷേ ദൈവനാമ മഹത്വത്തിനായി നീ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ സിവിൽ എഞ്ചിനീയറിംഗ് ജോലി ആയിരുന്നത് അത് കളഞ്ഞിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കുമ്പോ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ അത് കളഞ്ഞിട്ട് നിനക്ക് എന്തോ കിട്ടി? പറയാനൊരു കാര്യമുണ്ട്, ദൈവത്തെ അറിഞ്ഞതുകൊണ്ട്, ദൈവമെന്ന് ഓർത്ത് അവനെ മഹത്വീകരിക്കാൻ ദൈവം അവസരം തന്നതുകൊണ്ട് എന്ത് പ്രയാസങ്ങളാണെങ്കിലും എന്ത് വിഷയങ്ങളാണെങ്കിലും ഹല്ലേലൂയ തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഹല്ലേലൂയ നല്ല കാര്യങ്ങളെ മാറ്റിവെച്ച് യേശുവിന് വേണ്ടി ഓടുന്നത് കൊണ്ട് അവൻ മാനിക്കാൻ വിശ്വസ്തനായ ദൈവമാ. പലപ്പോഴും പലരും നല്ലൊരു ജോലി കിട്ടുന്നതിന് മുമ്പ് വരെ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ കർത്താവെ നല്ലൊരു വിജയം തരണമെന്ന് പറയാറുണ്ട്. നല്ലൊരു ജോലി കിട്ടുവാണെങ്കിൽ ആ ജോലിയോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ വേലയ്ക്ക് പോയിക്കൊള്ളാമെന്ന് പറയുന്ന ആളുകളെ കേട്ടിട്ടുണ്ട്. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് മാറി നിൽക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങളോട് പറയാനൊരു കാര്യം, ഹല്ലേലൂയ, ജോലി ചെയ്യുന്നത് ഒരിക്കലും തെറ്റല്ല. നിങ്ങളായിരിക്കുന്ന ജോലി മേഖലകളിൽ ദൈവത്തെ അറിഞ്ഞവരാണ് നിങ്ങൾ. പക്ഷെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു പരാജയമാണ്. ഹല്ലേലൂയ. ദൈവം ചെയ്ത നന്മകൾക്ക് മഹത്വം കരയത്താൻ ഇന്ന് രാത്രിയിൽ നീ തെരഞ്ഞെടുക്കുമെങ്കിൽ നീ അതിനായി നിന്നെ സമർപ്പിക്കുമെങ്കിൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ. വചനങ്ങൾ ഇപ്രകാരം പറയുന്നു, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആരെല്ലാം തന്റെ ജീവിതത്തെ മാറ്റിവെച്ചോ അവരെ എല്ലാം ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. സ്വയം മഹത്വം എടുത്തവരാരൊക്കെയുണ്ടോ അവരെ കൃമിക്ക് ഇരയാക്കി തീർത്തെന്ന് വചനം പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 23-ാം വാക്യം, ഹെരോദ രാജാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് പകരം സ്വയം മഹത്വം എടുത്തതുകൊണ്ട് അവനെ ദൂതനടിച്ച് കൃമിക്കിരയായി പോയത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ദൈവവചനത്തിലേക്ക് നമ്മൾ വരുമ്പോ ദൈവനാമ മഹത്വത്തിന് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ചവരെ തന്റെ സമയം ചെലവഴിച്ചവരെ അനുഗ്രഹിച്ചിട്ടുണ്ട്.
ആമേൻ നോഹ ആമേൻ തന്റെ ജീവിതത്തിൽ ആമേൻ മഴ പെയ്യാതെ ഇരുന്ന അവസ്ഥയിലും ആമേൻ ദൈവം പറഞ്ഞ വാക്കിനനുസരിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ആമേൻ പിതാവ് പറഞ്ഞ ആമേൻ അളവിനും തൂക്കത്തിനും അനുസരിച്ച് ആമേൻ പെട്ടകം ആമേൻ പണിയാൻ തുടങ്ങിയപ്പോ ലോകം മുഴുവൻ അവനെ നോക്കി പരാജിതനെന്ന് വിളിച്ചെങ്കിൽ ആമേൻ ദൈവത്തിന് പറയാനുണ്ട് ആമേൻ നീ ആമേൻ എന്റെ മഹത്വത്തിനായി ആമേൻ ഞാൻ പറഞ്ഞത് അനുസരിച്ചത് കൊണ്ട് ആമേൻ നീ നിന്റെ കുടുംബവും തകർന്നു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ആമേൻ പെട്ടകം നീ ഉണ്ടാക്കാൻ നീ തയ്യാറായെങ്കിൽ ആമേൻ പലരും നിന്നെ നോക്കി കളിയാക്കി. പക്ഷെ കളിയാക്കിയവർ അസ്തമിച്ചു പോയെങ്കിലും ആമേൻ ദൈവത്തിന് പറയാനൊരു കാര്യമുണ്ട്. ആമേൻ ദൈവത്തിനനുസരിച്ച് ദൈവവചനത്തിനനുസരിച്ച് ദൈവകൽപ്പനയ്ക്കനുസരിച്ച് നീ സ്റ്റെപ്പ് വെച്ചത് കൊണ്ട് നീ മാത്രമല്ല ആമേൻ നിന്റെ തലമുറകളും ആമേൻ പെട്ടകത്തിൽ കയറി രക്ഷപ്പെടാൻ പോവുകയാണ്. ഓ ഹല്ലേലൂയ. അബ്രഹാമിന്റെ ജീവിതം എടുത്ത് പഠിക്കാമെങ്കിൽ ആമേൻ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ആമേൻ തന്റെ പ്രതിഭവനത്തെയും ചാർച്ചക്കാരെയും എല്ലാം വിട്ട് ആമേൻ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞപ്പോ ആമേൻ ഹല്ലേലൂയ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആമേൻ തനിക്കുള്ളത് മുഴുവൻ ആമേൻ വിട്ടിട്ട് ആമേൻ ദൈവം കാണിക്കാനിരിക്കുന്ന ദേശത്ത് ആമേൻ കാണിച്ച ദേശത്തേക്കല്ല ആമേൻ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് ആമേൻ ദൈവം പറഞ്ഞതനുസരിച്ച് അവൻ ഇറങ്ങി തിരിച്ചതുകൊണ്ട് അവൻ ഒരിക്കലും പരാജിതനായി തീർന്നെന്ന് വചനം പറയുന്നില്ല. അവനെ ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ആമേൻ. അവന് മഹത്വം കൊടുക്കാൻ കഴിയുമോ? ആമേൻ. ഇന്ന് രാത്രിയിൽ അവന് മഹത്വം കൊടുക്കാൻ കഴിയുമോ? ഒരാഹാരം എടുത്ത് കഴിക്കാൻ തുടങ്ങുമ്പോ ദൈവമേ അങ്ങേക്ക് മഹത്വം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഒരു യാത്ര ചെയ്തിട്ട് തിരിച്ച് സൗഖ്യത്തോടെ വീട്ടിൽ വരുമ്പോ യേശുവിൻ നാമത്തിൽ പിതാവേ അങ്ങേക്ക് നന്ദി എന്ന് പറയാൻ കഴിയുമോ? നിന്റെ തലമുറകൾ സ്കൂളിൽ പോയിട്ട് രാത്രിയിൽ ആമേൻ സന്ധ്യാസമയത്ത് മടങ്ങി തിരിച്ച് വീട്ടിൽ വരുന്നെങ്കിൽ ആമേൻ അതിന് നിനക്ക് മഹത്വം കരേറ്റാമോ? അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തെങ്കിൽ അതിന് ദൈവത്തിന് മഹത്വം കൊടുത്താൻ കഴിയുമോ? നല്ല തലമുറകളില്ലാതെ അനേകർ ആമേൻ ട്രീറ്റ്മെന്റും മറ്റും ഭാരപ്പെടുന്ന ഒത്തിരി പേരെന്നെ വിളിക്കാറുണ്ട്. ആമേൻ. അവര് പറയുന്ന ഒരു കാര്യമുണ്ട്, ട്രീറ്റ്മെന്റുകൾ പലതും ചെയ്തു പാസ്റ്ററേ. ആമേൻ. ഹാലേ ഞങ്ങൾക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഒരു തലമുറ വേണം. ആമേൻ. അങ്ങനെ അവർ പല ട്രീറ്റ്മെന്റുകളും തനിക്കുള്ളതൊക്കെ ആമേൻ സാമ്പത്തികമായി ഉള്ളതെല്ലാം ശ്രമിച്ച് കൊടുത്ത് ട്രീറ്റ്മെന്റുകൾ ചെയ്ത് ആമേൻ പരിശ്രമിക്കുമ്പോ ആമേൻ ഹാലേ ദൈവം നമുക്ക് തലമുറകളെ തന്നില്ലേ? അതിന് ദൈവത്തിന് മഹത്വം കരേറ്റാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങളെ ആദരിക്കും. ആമേൻ. അബ്രഹാമിന്റെ ജീവിതത്തിൽ തലമുറകളില്ലാതെ ഭാരപ്പെട്ടപ്പോ ആമേൻ ഹല്ലേലൂയ ദൈവം പറഞ്ഞതിനനുസരിച്ച് ജീവിതത്തെ സമർപ്പിച്ച് ഇറങ്ങി തിരിച്ചവനാ. തന്റെ പ്രതിഭവനവും ചർച്ചക്കാരെ മുഴുവൻ വിട്ട് ഇറങ്ങി തിരിച്ചവനാ. വാർദ്ധക്യത്തിലായിട്ടും അവന്റെ ജീവിതത്തിൽ ഒരു വിടുതലില്ല. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ആരൊക്കെയോ അങ്ങനെയുണ്ട്. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഇറങ്ങിച്ചിരിച്ചിട്ട് ജീവിതത്തിൽ പല മേഖലകളിൽ പരാജയം കാണുമ്പോ എന്റെ ദൈവമേ എന്താണ് അങ്ങേക്ക് വേണ്ടി നിന്നിട്ട് എനിക്ക് മാത്രം എന്തേ എന്ന് ചോദിക്കുന്ന ചിലരെന്നെ കേൾക്കുന്നു. അവൻ നിങ്ങളോട് പരിശുദ്ധാത്മാവിന് പറയാനുണ്ട്, നീ ദൈവനാമ മഹത്വത്തെ ഉയർത്തുമ്പോ തന്നെ അവൻ നിനക്ക് വേണ്ടത് മുഴുവൻ ദൈവം തരും. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ദൈവം പറഞ്ഞതനുസരിച്ച് ആമേൻ യാഗം കഴിക്കുന്ന സമയത്ത് നമുക്കറിയാം, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയുന്നേ. ആമേൻ. ദൈവം പറഞ്ഞതനുസരിച്ച് യാഗം കഴിക്കാൻ ആമേൻ അബ്രഹാം തന്റെ ജീവിതത്തെ ആമേൻ തയ്യാറാക്കിയപ്പോ ആ യാഗത്തിന്റെ നടുവിൽ ആമേൻ സ്വർഗം ഇറങ്ങി വന്നിട്ട് പറയുക, ആമേൻ നിന്നിൽ നിന്ന് തന്നെ ഞാനൊരു തലമുറയെ തരും. ഹല്ലേലൂയ. അവൻ പ്രാർത്ഥിക്കുന്ന, ദൈവവചനത്തിന് വേണ്ടി നിൽക്കുന്ന, ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിൽക്കുന്ന അവൻ നിന്റെ ജീവിതത്തിൽ അവൻ നാളുകൾ കഴിഞ്ഞാലും ഏറ്റവും ശ്രേഷ്ഠകരമായത് നിനക്ക് വേണ്ടി കരുതുന്ന, നിനക്ക് വേണ്ടി തരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. ഇസഹാക്കിനെ ദൈവം ദാനമായി കൊടുക്കുക. ആമേൻ. ദാനമായി കൊടുത്ത് ആമേൻ ഞാൻ ഇപ്രകാരം ചിന്തിക്കുന്നു, സാറ ആമേൻ ഹല്ലെ അബ്രഹാം ഇസഹാക്കിനെ താഴെ വെക്കാൻ പോലും മടിക്കാതെ, താഴെ വെക്കാൻ പോലും ആമേൻ കഴിയാതെ മാറോട് ചേർത്ത് ആമേൻ വാർദ്ധക്യത്തിൽ കിട്ടിയ തന്റെ കുഞ്ഞിനെ ആമേൻ ഹല്ലേലൂയ ആമേൻ ചെറിയ ഒരു രീതി പോലും ഒന്നും പറ്റാതെ ആമേൻ സൂക്ഷിച്ച് നടന്ന് ആമേൻ ഇസഹാക്കിനോട് ദൈവം പറയുക, നിന്റെ മകനെ യാഗം കഴിക്കാൻ. ഓ ഹല്ലേലൂയ. നമ്മൾ വളരെ പ്രസംഗിക്കുന്ന ആളുകളാ, അവൻ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരാ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അതേപോലെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഹല്ലേലൂയ.
ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും ആമേൻ അല്ലെ തന്റെ വാർദ്ധക്യത്തിൽ കിട്ടിയതാ. ഇനി തന്റെ ശരീരത്തിന് ഒരു തലമുറയെ ആമേൻ ജനിപ്പിക്കാനുള്ള കഴിവില്ലെന്ന് അറിയാവുന്ന അബ്രഹാം, ആമേൻ തന്റെ ഭാര്യയ്ക്ക് അതിനുള്ള കഴിവില്ലെന്ന് അറിയാവുന്ന അബ്രഹാം, ആമേൻ തന്നെ വിളിച്ചൊരു ദൈവം ഉണ്ടെന്നും അവന്റെ മഹത്വത്തിനായാണ് ദൈവം എന്നെ തെരഞ്ഞെടുത്തതെന്ന് അറിയാവുന്ന അബ്രഹാം, ആമേൻ തനിക്കൊരു കാര്യം അറിയാം, ആമേൻ തന്റെ വാർദ്ധക്യത്തിൽ തലമുറകൾ ഉണ്ടാകത്തില്ലെന്ന് ലോകം വിധി എഴുതി, സയന്റിസ്റ്റുമാർ വിധി എഴുതി, ഡോക്ടർമാർ വിധി എഴുതിയെങ്കിലും ആമേൻ അതിന്റെ നടുവിൽ ഒരു തലമുറയെ തന്ന ദൈവം ആമേൻ എന്തോ ചെയ്യാൻ പദ്ധതിയുണ്ട്. അങ്ങനെ യാഗം കഴിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ആമേൻ പല അവസ്ഥകൾ, പല കാര്യങ്ങൾ തന്റെ ജീവിതത്തിലുണ്ട്. ആമേൻ ഇസഹാക്ക് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. യാഗം കഴിക്കാൻ പോകുന്നു, വിറകുണ്ട്, ആമേൻ കത്തിയുണ്ട്, എല്ലാമുണ്ട്, യാഗം കഴിക്കാനുള്ള മൃഗം എവിടെ? അവൻ ചോദിക്കുമ്പോൾ അബ്രഹാമിന് പറയാൻ ഒരു കാര്യമുണ്ട്, ദൈവം കരുതിക്കൊള്ളും. ദൈവത്തെ ഉയർത്തുന്നവനെ നോക്കി ദൈവത്തിന് പറയാനൊരു കാര്യമുണ്ട്, ദൈവം കരുതിക്കൊള്ളും. അവൻ ദൈവത്തെ ഉയർത്തുന്ന എനിക്ക് പറയാനുണ്ട്, നാളത്തെ എൻ്റെ അവസ്ഥകൾ എന്തായി തീരും, ദൈവം കരുതിക്കൊള്ളും. അവൻ നാളത്തെ എൻ്റെ ലോൺ എങ്ങനെ അടയ്ക്കും, ദൈവം കരുതിക്കൊള്ളും. അവൻ നാളത്തെ എൻ്റെ ആവശ്യങ്ങൾ എങ്ങനെ നടക്കും, ഒറ്റക്കാര്യമേ പറയാനുള്ളൂ, ദൈവം കരുതിക്കൊള്ളും. അവൻ അങ്ങനെ യാഗം കഴിക്കാൻ കൊണ്ട് നിർത്തുമ്പോ അവൻ യാഗം കഴിക്കാൻ കൊണ്ടുപോയി അവനെ വെച്ച് കെട്ടി അവൻ തന്റെ വാളെടുത്ത് അതിനെ വെട്ടാൻ തുടങ്ങുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടിട്ട് പറഞ്ഞു, അവൻ ബാലന്റെ മേളിൽ കൈവെക്കരുത്, നീ എന്നെ അനുസരിച്ചത് കൊണ്ട് എന്റെ മഹത്വത്തിനായി അവൻ നീ എന്നെ അനുസരിച്ചത് കൊണ്ട് നിന്നെ ഞാൻ അനുഗ്രഹിക്കാൻ പോവുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അവൻ ഓരോ അവസ്ഥകൾ വരുമ്പോ അവൻ നമ്മൾ ചിന്തിക്കുക, എന്താ ദൈവമേ ഇങ്ങനെ വരുന്നത്? അവൻ കർത്താവിന് പറയാനൊരു കാര്യമുണ്ട്, അവൻ നിന്റെ വിശ്വസ്തത കർത്താവ് നോക്കുകയാ. അവൻ ദൈവ മഹത്വത്തിന് വേണ്ടി നീ നിൽക്കുമോ എന്നുള്ളത് അവൻ ദൈവം നോക്കുകയാ. അവൻ നാളത്തെ അവസ്ഥ എന്താണെന്ന് അവൻ ചിന്തിച്ചിരിക്കുമ്പോ ഇനിയും ഈ പരിപാടി നടക്കത്തില്ല. അവൻ കർത്താവിന് വേണ്ടി നിന്നിട്ട് എന്റെ ജീവിതത്തിൽ ഉയർച്ച സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം നിർത്തി പോകാനാണ് നിന്റെ പ്ലാൻ എങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യത്തില്ല. പക്ഷേ എന്തെല്ലാം അവസ്ഥകൾ വന്നാലും ദൈവം നാമ മഹത്വത്തിന് വേണ്ടി നിൽക്കാൻ നീ തയ്യാറാകുമെങ്കിൽ നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും കേട്ടോ. നിന്റെ ദേശം അനുഗ്രഹിക്കപ്പെടും കേട്ടോ. നിന്റെ നാളുകളായുള്ള രോഗങ്ങൾ സൗഖ്യമാകും കേട്ടോ. നിന്റെ സാമ്പത്തികമായ ഞെരുക്കങ്ങൾ സൗഖ്യമാകും കേട്ടോ. നിന്റെ കുടുംബത്തിൽ ഇനിയും ആരും യേശുവിനെ അറിയത്തില്ലെന്ന് പ്ലാനുകൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന് വേണ്ടി നീ നിൽക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നീ ദൈവത്തെ ഉയർത്തുന്നത് കൊണ്ട് നിന്റെ കുടുംബത്തിൽ ഉള്ളവരും യേശുവിനെ അറിയും. ഹല്ലേലൂയ. 17-ാമത്തെ വയസ്സിൽ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിക്കാൻ നേരത്ത് എന്റെ വീട്ടുകാരും നാട്ടുകാരും എല്ലാം ഹല്ലേലൂയ എന്നെ തള്ളിപ്പറഞ്ഞൊരവസ്ഥ. എന്റെ മാതാവും എന്റെ സഹോദരങ്ങളെല്ലാം ഹല്ലേലൂയ എനിക്കൊരു പപ്പ എന്റെ ചെറിയ പ്രായത്തിൽ മരിച്ചു പോയതാ. അതുകൊണ്ട് അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നപ്പോ എല്ലാരും പറഞ്ഞു അവൻ കൊട്ടാനും പാടാനും പോവുക. ഇത്രത്തോളം വളർത്തിക്കൊണ്ട് വന്ന അമ്മയെ പോലും ഇനി ആരും നോക്കത്തില്ല ഹല്ലേലൂയ എന്ന് പറഞ്ഞ് മാതാവിനോടൊക്കെ പറയുന്ന സമയത്ത് ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നിന്നത് കൊണ്ട് എന്റെ കുടുംബം പോലും യേശുവിനെ അറിയാനിടയായി തീർന്നു. അന്നൊന്നും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ അകത്ത് കയറിയിട്ട് ഞാൻ ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ വിശ്വസിക്ക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന് വചനം പറയുന്നല്ലോ. അങ്ങനെയെങ്കിൽ ഈ വചനപ്രകാരം ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു. എന്റെ കുടുംബവും രക്ഷ പ്രാപിച്ചതിനായി നന്ദി. പ്രാർത്ഥനയ്ക്ക് പോകുമ്പോ തിരിച്ചു വരുമ്പോ ഒത്തിരി പ്രതികൂലങ്ങള് പ്രതികൂലത്തിന്റെ നടുവിലും വിശ്വസ്തയോടെ നിന്നത് കൊണ്ട് എന്റെ മാതാവും എന്റെ സഹോദരനും എല്ലാം യേശുവിനെ അറിയാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞു വന്നത് നിന്റെ പ്രതികൂലങ്ങളുടെ അവസ്ഥയിലും നീ വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ ജീവിതം മാറ്റിമറിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതം കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ വാക്കുകൾ നിർത്തുകയാണ്. ദാവീദിനെ നമുക്കറിയാം. അതിനു മുമ്പ് ശമൂവേൽ പ്രവാചകനായി പ്രാർത്ഥനയുടെ മറുപടിയായി പുറത്തു വന്ന ഒരു ശമൂവേൽ പ്രവാചകൻ തന്റെ ഇസ്രായേൽ
ഇസ്രായേലിന്റെ രാജാവായി അവൻ ശൗലിനെ അഭിഷേകം ചെയ്യുന്ന സമയത്ത് അവൻ തന്നോട് ദൈവം പറഞ്ഞ കൽപ്പനകളെ അനുസരിക്കാതെ അമാലേക്യരുടെ ചില കാര്യങ്ങളെ അവൻ മേൽത്തരമായ ചിലതിനെ സൂക്ഷിച്ചു വെച്ചത് കൊണ്ട് ശമൂവേലിനോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, ശൗലിനെ രാജസ്ഥാനത്താക്കി വെച്ചത് കൊണ്ട് ഞാൻ അനുദപിക്കുന്നു. തുടർന്ന് കാടിന്റെ അകത്തളങ്ങളിൽ അവൻ അപ്പനാലും അമ്മയാലും ഉപേക്ഷിക്കപ്പെട്ട്, സഹോദരന്മാർ ഉപേക്ഷിക്കപ്പെട്ട്, അപ്പൻ പറഞ്ഞ വാക്കുകളെ അനുസരിച്ച് ആടുകളെ മേയ്ക്കാൻ കാടിന്റെ അകത്തളങ്ങളിൽ വിശ്വസ്തയോടെ നിന്ന ഒരുവനെ ദൈവം രാജസ്ഥാനത്തേക്ക് കയറ്റുകയാണ്. ദൈവനാമ മഹത്വത്തിന് വേണ്ടി കാടിന്റെ അകത്തളങ്ങളിൽ ഇരിക്കുമ്പോഴും പാപം ചെയ്യാനുള്ള അവസരങ്ങൾ തന്റെ ജീവിതത്തിൽ ഉള്ളപ്പോഴും വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് എവിടെ നിന്ദിക്കപ്പെട്ടോ അവിടെ ദൈവം അവനെ ആദരിക്കുക. നമുക്കറിയാം പഴയ നിയമകാലത്ത് ഒരു പ്രവാചകൻ ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു ദേശത്ത് കടന്നു വരിക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ഉത്സവമാണ്, മാത്രമല്ല വലിയൊരു പേടിയാണ്. പ്രവാചകൻ ശമൂവേൽ ഇശായിയുടെ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോ ഇശായിയും തലമുറകളെല്ലാം പോയി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, പ്രവാചകനെ താങ്കൾ വന്ന കാര്യം ശുഭമോ? പ്രവാചകൻ പറഞ്ഞു, അതെ, ഞാൻ വന്ന കാര്യം ശുഭമാണ്. ഇസ്രായേലിന്റെ രാജാവായി ഒരുവനെ അഭിഷേകം ചെയ്യാൻ ഞാൻ വന്നിരിക്കുന്നു. വലിയൊരു ഉത്സവം പോലെ അവിടെ ആചരിക്കുമ്പോഴും തന്റെ ഇളയ മകനായിരിക്കുന്ന അപ്പന്റെ വാക്കിനെ അനുസരിച്ച് കാടിന്റെ അകത്തളങ്ങളിലായിരിക്കുന്ന ദാവീദിനെ മാത്രം ആ ഉത്സവത്തിന് അല്ലെങ്കിൽ ആ ഒരു വലിയ ഫംഗ്ഷന് ദാവീദിനെ മാത്രം വിളിച്ചില്ല. പക്ഷേ ദൈവത്തെ ഉയർത്തുന്ന ഒരുവനെ കൊണ്ടുവന്നിട്ടല്ലാതെ പ്രവാചകന് പന്തിക്കിരിക്കാൻ കഴിയത്തില്ലെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, പലരെയും നിർത്തി പടച്ചട്ടയൊക്കെ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇസ്രായേലിന്റെ രാജാവാകാൻ എല്ലാ യോഗ്യതയുമുള്ള തലമുറകളെ മുഴുവൻ നിർത്തുമ്പോ ശമൂവേൽ പ്രവാചകൻ തൈലപാത്രം എടുത്തുകൊണ്ട് ഓരോരുത്തരുടെയും മേളി വരുമ്പോ സ്വർഗം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവന് പടച്ചട്ട കാണും, ശരിയാ. ഇവന് രാജ്യത്തെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവൻ അറിയാം, ശരിയാ. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് അവൻ അറിയാം. പക്ഷേ ഇവന് രാജാവാകാൻ ഞാൻ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. എല്ലാരെയും നിർത്തി ആരെയും ദൈവം തെരഞ്ഞെടുത്തില്ല. അങ്ങനെ ഇരുന്നപ്പോ പ്രവാചകനോട് സ്വർഗം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി ആരെങ്കിലും ഉണ്ടോ ചോദിക്കാൻ. ഹല്ലേലൂയ. തന്റെ പിതാവും സഹോദരങ്ങളെല്ലാം പറഞ്ഞു കാണും, ഉണ്ട്, ഒരുവൻ കാട്ടിലാ, ആടിനെ മേയ്ക്കുകയാണ്. വളരെ പുച്ഛഭാവത്തോടെ പറഞ്ഞെങ്കിലും സ്വർഗം പറയുന്നത് ഇങ്ങനെയാ, അവരെ വിളിച്ചിട്ടല്ലാതെ, ശമൂവേൽ പ്രവാചകൻ പറയുക, അവരെ വിളിച്ചിട്ടല്ലാതെ അവരെ അഭിഷേകം ചെയ്തിട്ടല്ലാതെ ഞാൻ പന്തിക്കിരിക്കത്തില്ലെന്ന്. ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിൽക്കുന്ന നിന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ എന്റെ ദൈവത്തിന് ഇരിക്കാൻ പദ്ധതിയില്ല. ഓ ഹല്ലേലൂയ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന നിന്നെ ഉയർത്തിയിട്ടല്ലാതെ ദൈവത്തിന് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ലെന്ന്. അതിന്റെ അടുത്തൊരു വാക്യം കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ്. ദാവീദിനെ കാട്ടിൽ നിന്ന് വിളിച്ച് കൊണ്ടുവന്ന് തന്നെ എല്ലാം കുളിപ്പിച്ച് നല്ല റെഡിയായി നല്ല വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് കൊണ്ടുവരുന്ന ആ സമയത്ത് സ്വർഗം എണീറ്റിട്ട് പറയുക, ഇവനെ അഭിഷേകം ചെയ്യുക. കണ്ടോ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവ വേലയ്ക്ക് അല്ലെങ്കിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരുവന് വേണ്ടി സ്വർഗം എണീക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ആ വാക്യം വായിക്കാം, 1 ശമൂവേൽ 16 അധ്യായമാണ്. നിങ്ങളത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഒരുവനെ അഭിഷേകം ചെയ്യാൻ കൊണ്ടുവരുമ്പോ ദൈവം അവനെ കണ്ടിട്ട് അവൻ വരുന്ന കാണുമ്പോ തന്നെ സ്വർഗം എണീറ്റിട്ട് പറയും, ഇവനെ അഭിഷേകം ചെയ്യാൻ. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു നിർത്താൻ പോവുക. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഓടുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ അനുഗ്രഹിക്കാതിരിക്കാൻ ദൈവത്തിന് പദ്ധതിയില്ല. നിങ്ങളെ അനുഗ്രഹിച്ചിട്ടല്ലാതെ എന്റെ ദൈവം അടങ്ങിയിരിക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 42 അധ്യായം അതിന്റെ 13, 14 വാക്യം കൂടി ഇപ്രകാരം വായിക്കുന്നത് കേൾക്കാം. ഞാൻ യഹോവയ്ക്ക് മഹത്വം കൊടുത്തു, അവന്റെ സ്തുതിയെ ദ്വീപുകളിൽ പ്രസ്താവിക്കട്ടെ. കണ്ടോ, പറയുന്നത് ഇങ്ങനെ, പ്രവാചകൻ പറയുക, അവർ യഹോവയ്ക്ക് മഹത്വം കൊടുത്തു, അവന്റെ സ്തുതിയെ ദ്വീപുകളിൽ പ്രസ്താവിക്കട്ടെ. അപ്പോൾ യഹോവ വീരനെ പോലെ എണീക്കും, വീരനെ പോലെ പുറപ്പെടും, ഒരു യോദ്ധാവിനെ പോലെ
യോദ്ധാവിനെ പോലെ തീഷ്ണതയെ ജ്വലിപ്പിക്കും. അവൻ ആർത്തു വിളിക്കും, അവൻ ഉച്ചത്തിൽ ആർക്കും, തന്റെ ശത്രുക്കളോട് വീര്യം പ്രവർത്തിക്കും. ആമേൻ. ഹാലേ. ദൈവം നാമ മഹത്വത്തിന് വേണ്ടി നീ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിനക്ക് വേണ്ടി എണീക്കുന്ന ഒരു സ്വർഗമുണ്ട്. അവൻ വായിക്കുന്നത് ഇപ്രകാരമാ: യഹോവ ഒരു വീരനെ പോലെ അവൻ എണീക്കും. ഹല്ലേലൂയ. യഹോവ ഒരു വീരനെ പോലെ നിനക്ക് വേണ്ടി എണീക്കും. ആമേൻ. നീ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുമ്പോ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിൽക്കുമ്പോ, നിനക്ക് എതിരെ ശത്രുക്കൾ എണീറ്റാൽ, ആമേൻ, വചനം പറയുന്നു, ആമേൻ, നീ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ആമേൻ, യഹോവ ഒരു യോദ്ധാവിനെ പോലെ നിനക്ക് വേണ്ടി ഇറങ്ങും. ആമേൻ. ഒരു യോദ്ധാവിനെ പോലെ നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരകനായി അവൻ എണീക്കാൻ വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അവൻ ഇന്ന് രാത്രിയിൽ, അവൻ, നീ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിനക്ക് വേണ്ടി എണീക്കുന്ന ഒരു സ്വർഗമുണ്ട്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ, അവൻ, ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഓടുക. അവൻ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഓടുക. നിങ്ങൾ ആയിരിക്കുന്ന ഏത് മേഖലകളായിക്കോട്ടെ, ജോലി മേഖലകളായിക്കോട്ടെ, ശുശ്രൂഷ മേഖലകളിലായിക്കോട്ടെ, അവൻ, ഹല്ലേലൂയ, ഏതെല്ലാം മേഖലകളിലാണെങ്കിലും, ഒരു ഹൗസ് വൈഫ് ആയിക്കോട്ടെ, അവൻ, കുഞ്ഞുങ്ങളായിക്കോട്ടെ, പഠിക്കുന്ന വിദ്യാർത്ഥി ആയിക്കോട്ടെ, ആരാണെങ്കിലും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഓടുന്നവരായി തീരുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സ്ഥിതിയെ മാറ്റാൻ ദൈവത്തിന് കഴിയും. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ അടുത്ത് കടന്നു വരികയാണ്. അവൻ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഓടുന്നവന് വേണ്ടി അവൻ എണീക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന് ദൈവം ഞങ്ങളെ കാണിച്ചല്ലോ കർത്താവേ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ അവൻ യഹോവയുടെ നാമ മഹത്വത്തിനു വേണ്ടി അവർ യഹോവയ്ക്ക് മഹത്വം കൊടുത്തപ്പോ, അവന്റെ സ്തുതി ദ്വീപുകളിൽ പ്രസ്താവിച്ചപ്പോ, യഹോവ ഒരു വീരനെ പോലെ പുറപ്പെട്ടതിനായി അവൻ പുറപ്പെട്ടെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ഒരു യോദ്ധാവിനെ പോലെ തീഷ്ണതയോടെ ജ്വലിച്ചെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവേ. അങ്ങനെയെങ്കിൽ ഞങ്ങൾ അങ്ങയുടെ നാമമഹത്വത്തിനായി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ളത് മുഴുവൻ സ്വർഗം കരുതുന്നതിനായി നന്ദി. ആമേൻ. ഞങ്ങൾക്ക് വേണ്ടിയുള്ള സകലതും എന്റെ ദൈവം കരുതിയതിനായി നന്ദി. ദൈവനാമ മഹത്വത്തിനായി പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഉപയോഗിക്കുന്നതിനായി നന്ദി. സ്വർഗം അങ്ങനെ തന്നെ ചെയ്യും. മുഴുമഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരിക യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഇന്ന് രാത്രിയിൽ, ആമേൻ, ഇന്ന് സന്ധ്യാസമയത്ത് നിങ്ങളോട് പറയുക, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഓടുക. ഓടുന്നവൻ ഒരിക്കലും പരാജയപ്പെടാൻ ദൈവം സമ്മതിക്കത്തില്ല. ആമേൻ. ഇന്ന് രാത്രി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇത്രത്തോളം സമയം അനുവദിച്ചു തന്ന കർത്താവിന്റെ ദാസിയോടും, ആമേൻ, റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിനോടുമുള്ള പ്രത്യേക നന്ദി, ആമേൻ, ഞാൻ ഇന്ന് രാത്രിയിൽ ഓർമ്മിപ്പിക്കുന്നു. ദൈവം ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. ആമേൻ. ആമേൻ.